സൂപ്പർ കൺമണിയുടെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണിയുടെ അമ്മായിമാർ ധനലക്ഷ്മിയെ കൂട്ടുപിടിക്കുന്നതാണ് നല്ലത് എന്ന് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയെങ്കിലും കൺമണിയെ ദ്രോഹിക്കുക, അത് തന്നെയാണ് അവരുടെ എപ്പോഴത്തെയും ചിന്ത. അതിനായിട്ട് ധനലക്ഷ്മിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഈ വീട്ടിലെ നമ്മുടെ പൊതുവായ ശത്രു ഇപ്പോൾ ആ കൺമണി തന്നെയാണ്. കൺമണിക്ക് കൂട്ടായിട്ട് ഞങ്ങളുടെ ഏട്ടനായ ശ്രീനിവാസനുണ്ട്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ നെറുകേട് അവൾ കാണിച്ചാലും സപ്പോർട്ട് നിൽക്കുകയുള്ളൂ അവൾക്ക്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, മനോജ് അവളെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും അവൾക്കെതിരായി സംസാരിച്ചാൽ കുറ്റം നമുക്കായിട്ട് വരും. അതുകൊണ്ട് നമുക്ക് 4 പേർക്കും ഒറ്റക്കെട്ടായി നിന്നാൽ കൺമണിയെ എവിടെ നിന്ന് ഓടിക്കാനായിട്ട് പറ്റും. എന്തായാലും പുകച്ചു പുറത്തു ചാടിക്കുക എന്നൊരു പ്രയോഗമില്ലേ, അതുപോലെ കൺമണിയെ പുകച്ചുകൊണ്ടിരുന്നാൽ അവൾ പുറത്തു ചാടും. അങ്ങനെ ചാടിയാൽ അവൾ പോകുന്നത് വരുണിനൊപ്പം തന്നെയായിരിക്കും. കൺമണി പോയാൽ നമ്മുടെ ആ ശത്രു തന്നെ ഇല്ലാതാകും. ഇത് ഞങ്ങൾക്ക് ശ്രീനിയോട്ടനോടുള്ള ഒരു പ്രതികാരം തന്നെയാണ്. കാരണം ഞങ്ങൾ ഇങ്ങനെ കെട്ടാച്ചിരക്കുകളായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ശ്രീനിയേട്ടനാണ്. എന്നിട്ടിപ്പോൾ മകളുടെ കല്യാണം നടക്കാൻ പോകുമ്പോൾ നല്ലപോലെ സന്തോഷിക്കുന്നു. അവളെ വിവാഹം കഴിച്ചു പോയാലും ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ അവളുടെ ശല്യം ഉണ്ടാകില്ലല്ലോ എന്നൊക്കെ അവർ പറയുന്നത് കേട്ട് അത് ശരിവെക്കുന്നുണ്ട് ധനലക്ഷ്മി. ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കാം, എങ്കിൽ പിന്നെ ഞങ്ങളും തയ്യാർ. നമുക്ക് ഒറ്റക്കെട്ടായി നിന്ന് കൺമണിയെ പുറത്താക്കാം. ഇങ്ങനെ ഒരു കരാറ് വെച്ച സ്ഥിതിക്ക് ഞാൻ എന്തായാലും നിങ്ങൾക്ക് കൈ തരുന്നു. ഇതിന് എൻ്റെ കൂടെ തന്നെ നിൽക്കണം. പിന്നെ ഇതിനിടയ്ക്ക് കയറി എനിക്കിട്ട് പാര വയ്ക്കാൻ നിൽക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെ വന്നാൽ ഇവിടെ നിങ്ങൾക്കുള്ള സ്ഥലമായിരിക്കും ഇല്ലാതാകുക എന്ന് ധനലക്ഷ്മി അവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലെങ്കിലും ഞങ്ങൾക്ക് ധനലക്ഷ്മിയോട് നല്ല ഇഷ്ടമാണ്. കാരണം എന്താണെന്നറിയോ, കൺമണിയെ ഞങ്ങൾക്ക് ദ്രോഹിക്കാനൊന്നും പറ്റുന്നില്ല. ധനലക്ഷ്മി അവളെ ഇവിടെ ഇട്ട് പെടാപാട് കൊടുപ്പെടുത്തുന്നുണ്ടല്ലോ. അതിനിടയ്ക്ക് അവർ 4 പേരും കൈ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൺമണിയെ എങ്ങനെയെങ്കിലും ദ്രോഹിച്ച് പുറത്താക്കണം, അതാ ഇവരുടെ ലക്ഷ്യം. വരുൺ കൊടുത്ത സ്വർണവും 10 ലക്ഷം രൂപയും കൺമണിയുടെ കയ്യിൽ എത്തരുതെന്നും അവർ പറയുന്നുണ്ട്. ആഭരണത്തിനും കാശിനും ഒത്തിരി ആഗ്രഹമുള്ള ധനലക്ഷ്മി അത് കേട്ട് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ കൺമണിയും ധനലക്ഷ്മിയും കൂടെ നല്ല വഴക്കാകുന്നുണ്ട് കേട്ടോ. ധനലക്ഷ്മി ആണെങ്കിൽ കൺമണിയോട് BP ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറയുമ്പോൾ കൺമണി അതിന് സമ്മതിക്കുന്നില്ല. നീ പറഞ്ഞില്ലേ നിനക്ക് ആ സ്വർണവും പണവും വേണമെന്ന്, അത് ഞാൻ തരില്ല. എങ്കിൽ പിന്നെ ഞാൻ ഉറപ്പായും നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കുമെന്ന് കൺമണിയും തിരിച്ചു പറയുന്നുണ്ട്. അത് കേട്ടിട്ട് ധനലക്ഷ്മി പെട്ടെന്ന് തന്നെ അവളുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നീ കേസ് കൊടുക്കുക അല്ലേടി, നീ കൊണ്ടുപോയി കേസ് കൊടുക്കുക. എന്നെ ഒരു ചുക്കും ചെയ്യാനായിട്ട് കഴിയില്ല. പട്ടാളം വന്നാലും പോലീസ് വന്നാലും എനിക്ക് പുല്ലാണ്. അങ്ങനെ കഴുത്തിൽ പിടിക്കുമ്പോഴാണ് കേട്ടോ താലിമാല ധനലക്ഷ്മിയുടെ വിരലിൽ ഉടക്കുന്നത്. നിന്റെ കഴുത്തിൽ താലിമാലയോ, ഇതെങ്ങനെയാണ് വന്നത് എന്ന് ചോദിച്ചിട്ട് അവർ താലിയിലേക്ക് നോക്കുന്നുണ്ട്. വരുണാണോ ഇവളുടെ കഴുത്തിൽ കെട്ടിയത് എന്ന് സംശയവും ധനലക്ഷ്മിക്ക് വരുന്നുണ്ട്. ഇതേസമയം എന്തായാലും കൺമണി തന്നെ സത്യങ്ങൾ തുറന്നടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ ഒരു കിടലൻ എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്